നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിൽ നിന്ന് കൊട്ടുകിട്ടി വന്ന റയൽ മാഡ്രിഡ് ലാലിഗയിൽ വയക്കാനോയോട് സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. ഗോൾ രഹിത സമനില. റയോ വയക്കാനോ പൂട്ടി, നല്ല മണിച്ചിത്ര താഴിട്ട് റയൽ മാഡ്രിഡിന് പൂട്ടി. അതിലിപ്പോൾ എന്താ അത്ര അത്ഭുതം എന്ന് പലരും ചോദിക്കും. കാരണം ഈ രണ്ട് ടീമുകളുടെ ഹിസ്റ്ററി നോക്കിയാൽ റയോ വയക്കാനോക്കെതിരെ അവരുടെ മൈതാനത്ത് പോയിട്ട് റയൽ മാഡ്രിഡ് തുടർച്ചയായിട്ട് 4ാം തവണയാണ് വില്ലസ് ആയിട്ട് മടങ്ങി വരുന്നത്. 2021-22 ഒടുവിൽ അവിടെ പോയി വിജയിക്കുന്നത്. ഇപ്പോൾ 2022, 23, 24, 25, 26 ഇല്ല, അവരുടെ മൈതാനത്ത് പോയി വിജയിക്കാൻ പറ്റിയിട്ടില്ല. മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങൾ കിലിയൻ എംബാപ്പെ, വിനി ജൂനിയർ, ജൂഡ് ബെല്ലിംഗാം ഒക്കെ ഉണ്ടായിരുന്നു. ബ്രയൻ ഡയസ് ആയിരുന്നു വലതുപാർശ്വത്തിൽ. ആദ്യ പകുതി അവസാനിക്കുമ്പോഴത്തെ സ്ഥിതി എന്താ? വിനി മാത്രം ലൈവ്ലിയസ്റ്റ് ആയിട്ട് കളിച്ചു. ബാക്കിയുള്ളവർ എംബാപ്പെ വളരെ ക്വയറ്റായിരുന്നു. ബ്രാഹിമിൻ്റെ ഭാഗത്തുകൂടെ നീക്കങ്ങളെ വരുന്നില്ല. സ്വാഭാവികമായിട്ടും റയൽ ആരാധകർക്ക് അതിൽ നിരാശയുണ്ട്. രണ്ടാം പകുതിയിൽ റയൽ മാഡ്രിഡ് കൂടുതൽ ആക്രമണങ്ങളിലേക്ക് പോയി ഗോളടിച്ച് വിജയിച്ച് കയറും എന്നൊക്കെ ആരാധകർ കരുതിയെങ്കിലും അതൊന്നും സംഭവിച്ചില്ല. മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ബ്രാഹിമിനെ പിൻവലിച്ച് സബയോസിനെ കോച്ച് കളിക്കളത്തിലേക്ക് വിട്ടിരുന്നു. കമവിംഗയെ പിൻവലിച്ച് റോഡ്രിഗോയെ കളിക്കളത്തിലേക്ക് വിട്ടു. പക്ഷേ ഗോള് മാത്രം അകന്നു നിന്നു. ഒടുവിൽ മത്സരം ഗോൾ രഹിതമായിട്ട് അവസാനിച്ചു. റയൽ മാഡ്രിഡ് പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ബാഴ്സ അടക്കമുള്ള മറ്റെതിരാളികൾക്ക് ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. ബട്ട് സ്റ്റിൽ റയൽ തന്നെയാണ് ലാലിഗയിൽ 1ാം സ്ഥാനത്ത്. 12 കളികളിൽ നിന്ന് 31 പോയിൻ്റ് ഉണ്ട്. ബാഴ്സയുടെ മത്സരം ഇത് ആരംഭിക്കാൻ പോവുകയാണ്. അവർ ഈ കളി സെൽറ്റാവിഗോക്കെതിരെ വിജയിച്ച് കയറുകയാണെങ്കിൽ 28 പോയിന്റിലേക്ക് എത്താൻ പറ്റും. അപ്പോഴും റയലുമായിട്ടുള്ള പോയിന്റ് ഡിഫറൻസ് 3 ആയിട്ട് തന്നെ അവിടെ നിൽക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.